ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി തേങ്ങ അരച്ചു ചേർത്ത മുട്ടക്കറിയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു മുട്ടക്കറി. നിങ്ങൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടല്ലേ മുട്ടക്കറികളൊക്കെ കഴിച്ചിട്ടുള്ളൂ? എന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി നടുകീറിയതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു 6 പച്ചമുളക് നടുകീറിയതും, ഒരു 3 മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ. ഈ വിസിലടിക്കുമ്പോൾ തന്നെ നമ്മുടെ സവാള നന്നായി വഴണ്ടി കിട്ടും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് ആ ജാറിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരവിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിരവിയ തേങ്ങ ഇല്ലെങ്കിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കിയതാണെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം പട്ട, 4 ഏലക്കായ, ഒരു 5-6 ഗ്രാമ്പു. ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കാം. ഇതിലാവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ഫൈൻ പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കിയാൽ നമ്മുടെ സവാള നന്നായി വഴണ്ടി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി 2 എണ്ണം ഇതുപോലെ നമുക്ക് ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ച് നമുക്കതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ആദ്യം നമുക്ക് ഉപ്പൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി വിതറി കൊടുക്കാം. വളരെ രുചികരമായ ഒരു കറിയാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നമുക്കിതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ മുട്ടക്കറി നമുക്കൊന്ന് താളിക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഒരു 5-6 ചുവന്നുള്ളി ഇതുപോലെ വട്ടത്തിൽ വളരെ കനം കുറച്ചരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളക് നമുക്ക് ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഈ മൂപ്പിച്ചെടുത്ത നമ്മുടെ ഈ കൂട്ടിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടക്കറി ഒഴിച്ചു കൊടുക്കാം. കുക്കറിൽ മാറ്റിവെച്ച നമ്മുടെ ഈ മുട്ടക്കറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയെടുത്തത് നമുക്കൊന്ന് നടുമുറിച്ച് കട്ട് ചെയ്ത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ
മലർത്തി ഇട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കമിഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉണ്ണിയെല്ലാം പൊടിഞ്ഞു പോകും. അതിനാലാണ് ഇങ്ങനെ മലർത്തി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് കറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ മുട്ടയുടെ മീതേക്കും നമുക്ക് ഇതുപോലെ കുറേശ്ശെ കറി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ മുട്ടക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിത് അടച്ചു വെക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഞാനിത് കഴിക്കാൻ പോകുന്നത് ചപ്പാത്തിക്കൊപ്പമാണ്. ചപ്പാത്തിയെല്ലാം ഇവിടെ ചുട്ടു കഴിഞ്ഞു, കണ്ടില്ലേ. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് ചപ്പാത്തി എടുത്ത് മുട്ടക്കറി കൂട്ടി കഴിക്കാൻ പോവുകയാണ്. ചപ്പാത്തിക്കൊപ്പവും പൊറോട്ടക്കൊപ്പവും ഇടിയപ്പത്തിനൊപ്പവും വെള്ളപ്പത്തിനൊപ്പവും കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു മുട്ടക്കറി നമുക്ക് ചോറിനൊപ്പവും കഴിക്കാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. വളരെ രുചികരമായ നമ്മുടെ ഈ മുട്ടക്കറി തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.